أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما أصاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير لكي لا تأسوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختال فخور. صدق الله العظيم وصدق وبلغ رسوله النبي الكريم. نحن على ذلك من الشاهد. الحمد لله رب العالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. السلام عليكم ورحمة الله وبركاته. സൂറത്ത് ഹദീദിലെ 22-23 വചനങ്ങളാണ് പാരായണം ചെയ്തത്. മാ അസ്വാബ മിൻ മുസീബത്തിൻ, ഒരു വിപത്തും ബാധിക്കുന്നില്ല. മാ അസ്വാബ മിൻ മുസീബത്തിൻ, മുസീബത്ത് എന്ന് പറഞ്ഞാൽ വിപത്ത്, ബാധിക്കുന്നില്ല. ഫിൽ അർലി വലാഫി അംഫുസിക്കും, ഈ ഭൂമിയിൽ എവിടെയും നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വിപത്തും. ഇല്ലാ ഫി കിതാബി മിൻ ഖബൽ, നേരത്തെ തന്നെ ഒരു കിതാബിൽ അന്നബ്രഅഹ, നാം അതിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, അതുണ്ടാകുന്നതിന് മുമ്പ് തന്നെ നേരത്തെ ഒരു ബുക്കിൽ അതൊക്കെ രേഖപ്പെടും. അഥവാ അള്ളാഹുവിൻ്റെ രേഖയിൽ അതൊക്കെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതാണ് എന്നർത്ഥം. ഇന്ന ദാലിക അലല്ലാഹി യസീർ, തീർച്ചയായും അള്ളാഹുവിന് അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. എങ്ങനെയാണ് ഇതൊക്കെ രേഖപ്പെടുത്തുക എന്ന് നിങ്ങൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അതൊക്കെ നേരത്തെ അള്ളാഹുവിന് ചെയ്യുക എന്നത് വളരെ എളുപ്പമാണ്. ലിക്കൈ ഇലാത്ത സൗ അല മഫാത്തക്കും, എന്തിനാണ് ഞാൻ നിങ്ങളോടത് ഷെയർ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ലിക്കൈ ലാത്ത സൗ, നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയെന്നാണ്. നിങ്ങൾക്ക് ദുഃഖം ഇല്ലാതെ നിങ്ങൾക്കൊരു ഫ്ലോ സ്റ്റേറ്റിലേക്ക് നിങ്ങളുടെ മനസ്സ് നിലനിർത്താൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ലിക്കയിലാത്ത സൗ അലാമാഫാത്തക്കും, നഷ്ടപ്പെട്ടത് അതിനെക്കുറിച്ച് നിങ്ങൾ നിരാശപ്പെടാതിരിക്കാൻ, ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. വല തഫ്രഹു, നിങ്ങൾക്ക് അമിതമായ ഫർഹ്, അമിതമായ ആനന്ദവും ആഹ്ലാദവും അടിച്ചുപൊളി അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ബിമ ആത്താക്കും, നിങ്ങൾക്ക് ലഭിച്ച എന്തോ കാര്യത്തിൻ്റെ പേരിലാണല്ലോ ഈ ബഹളം. അങ്ങനെ ലഭിച്ചതിൽ അമിതമായി ആനന്ദിക്കാതിരിക്കുകയും നഷ്ടപ്പെട്ടതിൽ അമിതമായി ദുഃഖിക്കാതിരിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നേരത്തെ ഇത് പറയുന്നത്. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. മുഖ്താൽ എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചക്കാരനാണ്, ഫഖൂർ എന്ന് പറഞ്ഞാൽ ദുരഭിമാനിയായിട്ടുള്ള വ്യക്തിയാണ്. അള്ളാഹു അവരെ തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ്. ഇത് നമ്മുടെ മനസ്സിൽ ഈ ആയത്ത് നമ്മളിങ്ങനെ കല്ലിൽ കൊത്തിവെച്ചതുപോലെ ഹൃദയത്തിൽ രേഖപ്പെടുത്തി വെക്കണം. ഇത് വല്ലാത്ത ഒരു പോസിറ്റീവ് മെൻ്റൽ ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാക്കും. ദി പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ്, ഡോക്ടർ നോർമാൻ പീലിൻ്റെ ഒരു പുസ്തകമുണ്ട്. ഭയങ്കര പവർ കിട്ടും. ആറ്റിറ്റ്യൂഡ് ഈസ് എവ്രിതിങ്, ജെഫ് കെല്ലറുടെ ഒരു പുസ്തകമുണ്ട്. എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം ഈ ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഈ ആറ്റിറ്റ്യൂഡിനെ റീഡിസൈൻ ചെയ്യാൻ വേണ്ടി, അതിനെ ഒന്ന് പൊളിച്ച് വാർക്കാൻ വേണ്ടി, ഒന്ന് മോൾഡ് ചെയ്യാൻ വേണ്ടി, നമുക്ക് ഒരു പുതിയ ഒരു പുനഃസൃഷ്ടിക്ക് വേണ്ടി, ഒരു റീകൺസ്ട്രക്ഷൻ, അതിന് ഈ നമ്മെ പ്രേരിപ്പിക്കുന്ന ആയത്താണ് ഇത്. ഗംഭീര ഫീലാണ് അത് വന്നാൽ. ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വന്നാൽ സുഖമായിട്ട് ജീവിക്കാം. ഇതാണ് ഖദറിലുള്ള വിശ്വാസം എന്നാണ് ഇതിന് പറയാം. ഈമാൻ കാര്യത്തിൽ 6 കാര്യങ്ങൾ അല്ലേ? ഈമാൻ കാര്യം അള്ളാഹുൽ വിശ്വസിക്കുക, വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കുക, പ്രവാചകന്മാരിൽ വിശ്വസിക്കുക,
മലക്കുകളിൽ വിശ്വസിക്കുക, അന്ത്യനാളിൽ വിശ്വസിക്കുക, അവസാനത്തേത് വൽ ഖദരി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല. ഖൈറും ഷർറുമായ എന്ത് കാര്യമുണ്ടോ ആ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ മുൻനിശ്ചയപ്രകാരമാണെന്ന് വിശ്വസിക്കുക. ഇങ്ങനെ ഈ 6 കാര്യങ്ങളാണ് ഈമാൻ കാര്യങ്ങൾ. ഇതെപ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മളിങ്ങനെ കൊണ്ട് നടക്കണം. അപ്പം ഇതിൽ അവസാനത്തെ കാര്യം ഖദറിലുള്ള വിശ്വാസം. എന്താ ഖദർ? ജീവിതത്തിൽ ഹൈറും വരും ഷെറും വരും. അപ്പോൾ ഹൈറ് വരുമ്പോൾ അമിതമായി ആനന്ദിക്കാൻ പാടില്ല. കാരണം ഇത് നേരത്തെ അള്ളാഹു രേഖപ്പെടുത്തിയതാണ്. എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി, എനിക്ക് ഫുൾ A+ ലഭിച്ചു, എനിക്ക് ഭയങ്കര, എൻ്റെ ഉപ്പയും ഉമ്മയും നല്ല റിച്ചാണ്, ഞാൻ വലിയ വീട്ടിലാണ്. ഇതൊക്കെ റബ്ബ് തരുന്ന അനുഗ്രഹമാണ്. നേരത്തെ തന്നെ അള്ളാഹു പ്ലാൻ ചെയ്തതാണ്. അതെപ്പോഴാണ് നഷ്ടപ്പെടുകയെന്ന് പറയാൻ കഴിയില്ല. നമുക്ക് അമിതമായി ആനന്ദിക്കണമെങ്കിൽ ഇതെന്നും നമ്മുടെ കൂടെ ഉണ്ടാവണം. എൻ്റെ സൗന്ദര്യം എന്നും നമ്മുടെ കൂടെ ഉണ്ടായിക്കൊള്ളുന്നില്ല, നമ്മുടെ ഈ പ്ലഷർ എന്നും നമ്മുടെ കൂടെ ഉണ്ടായിക്കൊള്ളുന്നില്ല, നമ്മുടെ ഈ ഹാപ്പിനെസ് എപ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ല, നമ്മുടെ ആരോഗ്യം എപ്പോഴും ഉണ്ടായിക്കൊള്ളുന്നില്ല. എല്ലാം എപ്പോഴും നശിക്കാവുന്നതാണ്. അതുകൊണ്ട് അമിതമായി ആനന്ദിക്കാൻ പാടില്ല നമുക്കിപ്പോൾ ലഭിച്ചത്. ഇനി നഷ്ടപ്പെടാൻ പലതും. അതിൻ്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കാതിരുത്. കാരണം ഇതൊക്കെ നേരത്തെ അള്ളാഹു പ്ലാൻ ചെയ്താണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് എനിക്ക് മാർക്ക് കുറഞ്ഞു, എന്തുകൊണ്ട് ഞാനിങ്ങനെ ആയിപ്പോയി, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അതൊക്കെ നേരത്തെ റബ്ബിൻ്റെ പ്ലാനിങ്ങിലുള്ളതാണ്. ഒരു ഭയങ്കര സുഖം കിട്ടും നമുക്ക്. ഒരു ഗ്ലാസ് നിലത്ത് വീണു ഉടഞ്ഞു, അള്ളാഹു എത്ര കണക്കാക്കിയിട്ടുള്ളൂ, എന്ത് സുഖം. നമ്മൾ വാഹനത്തിൽ പോകുമ്പോൾ ജസ്റ്റ് ഒരു വാഹനവുമായി ചെറുതായിട്ടൊന്ന് ഉരഞ്ഞു, അള്ളാഹുവിൻ്റെ തീരുമാനം അതായിരിക്കും അല്ലേ. നമ്മളൊരു ഭയങ്കര ടൂറൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ച് പ്ലാൻ ചെയ്ത് അങ്ങനെ ഭയങ്കര ത്രില്ലിൽ തലേ ദിവസം എല്ലാം ഒരുക്കി പിറ്റേ ദിവസം രാവിലെയാണ് ഒരു കുടുംബത്തിലൊരു മരണം നടക്കുന്നത്. സാരല്ല, റബ്ബ് വിധിച്ചിട്ടില്ല. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ നമുക്ക് എല്ലാത്തിനെയും സിമ്പിളായിട്ട് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായുള്ള ഗുണം. അജബല്ലി അംരിൽ മുഅ്മിൻ, ഒരു ഹദീസ് റസൂൽ പറയുന്നുണ്ട്, വിശ്വാസിയുടെ കാര്യം വലിയ അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവന് സംഭവിക്കുന്നതൊക്കെ അവന് ഖൈറായിരിക്കും. ഇന്ന സ്വബഹു സറ ഫശകറ ഫക്കാന ഖൈറൻ ലഹു, അവന് സന്തോഷം വരുന്ന സമയത്ത് അവൻ അള്ളാഹുവിനോട് അൽഹംദുലില്ലാ നന്ദി പറയും, ലക ശുക്രിയ അല്ലാ, അപ്പോൾ അതിൻ്റെ നന്മയെ രേഖപ്പെടുത്തി. അവന് അസ്വാബത്തുഹു ലറ, അവന് വല്ല വിപത്തും ബാധിച്ചു, ഫസ്വബറ, അപ്പോൾ അവൻ ക്ഷമിച്ചു, ഫക്കാന ഖൈറൻ ലഹു, അതും അവന് ഖൈറാണ്. നോക്കൂ നിങ്ങൾ, സന്തോഷം വരുമ്പോൾ അൽഹംദുലില്ലാ, അതിന് പ്രതിഫലം. ദുഃഖം വരുമ്പോൾ ക്ഷമ കാണിക്കുന്നു, അതിന് പ്രതിഫലം. അപ്പോൾ വിശ്വാസിയുടെ കാര്യം വലിയൊരു അത്ഭുതമാണ്. ഒരു മാജിക്കൽ പീപ്പിളാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ. ഞാനും നിങ്ങളൊക്കെ അങ്ങനെ ആവണം. അപ്പോൾ അതാണ് ചിൽ ലൈഫ് എന്ന് പറയുന്നത്, അതാണ് ത്രിൽ ലൈഫ് എന്ന് പറയുന്നത്, അതാണ് ഫ്ലോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതല്ലാതെ ഈ പിള്ളേരൊക്കെ കാണിച്ചു കൂട്ടുന്നത് പോലെ വൈകൃതങ്ങൾ കാണിച്ച് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി ആർപ്പ് വിളിച്ച് ഇങ്ങനെ തോന്നിയതുപോലെ വസ്ത്രം ധരിച്ച് ഹെയർ സ്റ്റൈലൊക്കെ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന വിധത്തിലാക്കി, അതിനല്ല യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ആ ഒരു പച്ചപ്പ്, ജീവിതത്തിൻ്റെ സുഖം, റിഥം എന്ന് പറയുന്നത് അതല്ല, ഇതാണെന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. നമ്മുടെ ഹൃദയമാണ്, ആറ്റിറ്റ്യൂഡാണ് നമ്മൾ മാറ്റി എടുക്കേണ്ടത്. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ എന്നൊക്കെ പറയുന്നുണ്ട് ഖുർആൻ. ഇതിനെ ഫോക്കസ് ചെയ്താൽ, ഈ ഹൃദയത്തെ നന്നായി ഒന്ന് ഫോക്കസ് ചെയ്താൽ, അതിനെ ക്ലിയർ ചെയ്താൽ, അതിനെ വാഷ് ചെയ്താൽ, അതിനെ പോളിഷ് ചെയ്താൽ, അതിനെ നന്നായി ഷേപ്പ് ചെയ്താൽ, ഡിസ്കവർ ദി ഡയമണ്ട് ഇൻ യു, നിങ്ങളുടെ ഉള്ളിൽ ആ ഡയമണ്ട് ഇങ്ങനെ പുറത്തേക്ക് വരും. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഒരു പേഴ്സൺ, കാന ഖുലുഖുഹു അൽ ഖുർആൻ, റസൂൽ അങ്ങനെയായിരുന്നു എന്നാണ് ആയിഷ റളിയല്ലാഹു പറയുന്നത്. ഇങ്ങനെ ഖുർആൻ യംഷി അലൽ അർള്, ഇങ്ങനെ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഖുർആനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണോ ഖുർആൻ അത് റസൂലാണ്, എന്താണോ റസൂല് അത് ഖുർആനിലുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിലുള്ള ഒരു മാറ്റം മനുഷ്യനെ ബാധിക്കുന്ന 2 പ്രധാന പ്രശ്നങ്ങളെ ഖുർആൻ പറയുന്നുണ്ട്. ഒന്ന് ഖൗഫാണ്, 2 ഹുസ്നാണ്. ഖൗഫ് എന്ന് പറയുന്നത് ആങ്സൈറ്റി ഡിസോർഡർ ഒക്കെ ഇതിലേക്കൊക്കെ എത്തൂട്ടെ നമ്മൾ, ഒരു വല്ലാത്തൊരു ഡിപ്രഷൻ മൂഡിലേക്കൊക്കെ നമ്മൾ പോകും. എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും, ഭാവിയിൽ എന്തുണ്ടാവും എന്നുള്ളതിനെക്കുറിച്ചുള്ള ടെൻഷനാണ് ഈ ഖൗഫ് എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ജയിക്കുമോ തോക്കോ, അല്ലെങ്കിൽ അല്ലേ റിസൾട്ട് എന്താവും, പല വിധത്തിലുള്ള ഭാവി, അല്ലെങ്കിൽ ഞാൻ ചെയ്ത് തെറ്റ് പിടിക്കപ്പെടുമോ, അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നം. ഹുസൻ എന്ന് പറയുന്നത് പാസ്റ്റാണ്, ഒന്ന് ഫ്യൂച്ചറാണ്. ഹുസൻ എന്ന് പറയുന്നത് കഴിഞ്ഞ കാലത്ത് സംഭവിച്ച
പല നഷ്ടങ്ങളെക്കുറിച്ചുള്ള വിചാരമാണ് ഹുസ്ൻ എന്ന് പറയുന്നത്, ദുഃഖം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാഡ്നെസ് അതുപോലെ തന്നെ ഈ ഒരു ഫിയർ, ഈ രണ്ട് വികാരവും ഇല്ലാതെ, ഫ്യൂച്ചറും പാസ്റ്റും ഇല്ലാതെ പ്രസൻറ്റിൽ ജീവിക്കാൻ പറ്റുന്ന, ആ ഒരു ഫ്ലോ സ്റ്റേറ്റിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയാണ് അള്ളാഹു പ്രൊമോട്ട് ചെയ്യുന്നത്. ഫൈമയത്തിയന്നക്കും മിന്നിഹുദൻ, ഈ ഖുർആൻ നിങ്ങൾ ഫോളോ ചെയ്താൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അള്ളാഹുവിൻ്റെ ഓഫർ ഇതാണ്, അള്ളാഹു നമുക്ക് തരുന്ന ഗ്യാരണ്ടി ഇതാണ്. ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. ഭയവും വേണ്ട, ദുഃഖവും വേണ്ട. ഇതിനേക്കാൾ ബ്യൂട്ടിഫുൾ ലൈഫ് ആരുടേതായിരിക്കും? സ്വപ്നം കാണാൻ പറ്റുമോ ഇതുപോലൊരു ജീവിതം? അത് യാഥാർത്ഥ്യമാക്കാൻ പറ്റും ഈ വേദഗ്രന്ഥം ഫോളോ ചെയ്താൽ. നമ്മൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, ദുഃഖം ഉണ്ടാവില്ല, ഭയം ഉണ്ടാവില്ല. ലഭിച്ചതിൽ നമുക്ക് എന്തെങ്കിലും ലഭിക്കുമ്പോഴൊക്കെ അമിതമായി ബഹളം ഉണ്ടാവില്ല, വളരെ ശാന്തമായി അതിനെ സമീപിക്കും. നഷ്ടപ്പെട്ടത് ഓർത്ത് അങ്ങനെ ഡെസ്പായി കെടുന്ന് ഭക്ഷണം കഴിക്കാതെ ക്ഷീണിച്ച് മരണത്തെ കുറിച്ച് ആലോചിച്ച്, നിങ്ങൾ പിള്ളേരുടെ ഒരു വലിയൊരു പ്രശ്നം അതാണ്, എങ്ങനെ മരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ചിന്തയാണ് പിന്നീട്. അങ്ങനെ ചിന്തിച്ച് അതിലേക്ക് എത്തിപ്പെടുന്ന ഒരു ആദം റൈന എന്ന് പറയുന്ന ഒരു പയ്യൻ, 16 വയസ്സേ ഉള്ളവൻ. അവനിങ്ങനെ ചാറ്റ് GPT ചോദിക്കുകയാണ്, എന്നെ ആർക്കും ഇഷ്ടമല്ല, അതുപോലെ തന്നെ ഞാൻ ആകെ തളർന്നു, എനിക്ക് മരിക്കാൻ തോന്നുന്നു, മരണത്തിനുള്ള മാർഗം എന്തൊക്കെയാണ്? അപ്പോൾ AI എന്ന് പറയുന്നത് ബുദ്ധിയില്ലല്ലോ, അതിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണല്ലോ. അപ്പോൾ അത് പറഞ്ഞു കൊടുത്തു, നീ മരിക്കുകയാണെങ്കിൽ ചാവുകയാണെങ്കിൽ നന്നായി, നിൻ്റെ ചോയ്സ് ഉണ്ട്, അപ്പോൾ ഏതൊക്കെയാണ് അതിനുള്ള മാർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ മാർഗ്ഗങ്ങൾ ഇന്ന മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്, ഇതിലേതെങ്കിലുമൊക്കെ ചൂസ് ചെയ്യാം. സൂയിസൈഡ് ചെയ്യാനുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വേസ് പറഞ്ഞു കൊടുത്തു. ഇതിൽ ഈസിയസ്റ്റ് വേ ഏതാണെന്ന് ചോദിച്ചപ്പോൾ അതും പറഞ്ഞു കൊടുത്തു. കുട്ടി മരിച്ചു. അപ്പോഴാണ് പേരൻസ് ഈ ചാറ്റ് ഹിസ്റ്ററി പരിശോധിക്കുമ്പോഴാണ് AI ആണ് എൻ്റെ മോനെ കൊന്നതെന്ന്. അങ്ങനെ അതിൻ്റെ ഓപ്പൺ AI CEO സാം ഓൾട്ട്മാൻ, അയാൾക്ക് എതിരെ മുഖ്യപ്രതിയായിട്ട് കേസ് കൊടുത്തു അമേരിക്കയിൽ. അപ്പോൾ അദ്ദേഹം കോടതിയിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാനസിക പ്രശ്നമുള്ള ആളുകൾ ചാറ്റ് GPT സമീപിക്കരുന്ന ഓൾറെഡി അതിൽ സൈറ്റിൽ ഞങ്ങൾ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ പ്രതിയല്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്തരം ഭൗതികമായ സംവിധാനങ്ങളെ അമിതമായി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക, നന്മയ്ക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുക. അതിന് ബുദ്ധിയില്ല എന്നുള്ള ബുദ്ധി നമുക്കുണ്ടാവണം. അത് മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള ഇതാണ്, മനുഷ്യനുണ്ടാക്കിയ എല്ലാം കുറവുകളുള്ളതാണ്. അതുകൊണ്ടാണ് ആപ്പിൾ ഫോൺ വന്നത് 2005 ശേഷമാണ്. പക്ഷേ എത്ര തവണ അതിൻ്റെ വേർഷൻ ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കും. മനുഷ്യനുണ്ടാക്കിയ ഒരു സാധനവും അതേ ഷേപ്പിൽ, അതേ മോഡലിൽ, അതേ വേർഷനിൽ എല്ലാ കാലഘട്ടത്തും നമുക്കൊന്നും കാണാൻ കഴിയില്ല. ചേഞ്ച് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. പഴയ വേർഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ BMഉം ബെൻസൊക്കെ ഈ ഒരു 50 വർഷം കഴിയുമ്പോൾ അന്നത്തെ ജെൻ സി പിള്ളേർ ചോദിക്കും, ഇത് ഏത് പൊട്ടനാണ് അത് ഉണ്ടാക്കിയെന്ന് ചോദിക്കും. കാരണം നമുക്ക് ഇപ്പോൾ കാണുന്ന ഗംഭീര സംഭവങ്ങളൊക്കെ ഇൻ ഫ്യൂച്ചർ വളരെ മോശമാണ് എന്ന് അന്നത്തെ തലമുറ പറയും. മനുഷ്യൻ്റെ പരിമിതിയാണ്. ഈ പരിമിതികൾ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്താനുള്ള, നമ്മുടെ ജീവിതത്തെ കുറെ കൂടി ബ്യൂട്ടിഫുൾ ഒരു ലൈഫ് നമുക്ക് തരുന്ന മനോഹരമായ ഒരു പുസ്തകമാണ് ഖുർആൻ. ഈ ഖുർആനെ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, പ്രിയ കൂട്ടുകാർ നെഞ്ചേറ്റുകയും ഇതിൻ്റെ കൂടെ സഞ്ചരിക്കുകയും ചെയ്യുക. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.